എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം പഠിപ്പാൻ നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവേ, പ്രത്യേകാൽ എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവചനം പഠിപ്പാൻ തരുന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ഈ മാധ്യമത്തിലൂടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സുകളുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരിക്കണം. തിരുസാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏകദേശം 47 ക്ലാസ്സുകൾ നമുക്ക് പിന്നിടുവാനായിട്ട് സഹായിച്ചു ദൈവം. ഇനി നമുക്ക് 3-4 ക്ലാസ്സുകൾ കൂടി ബാക്കിയുണ്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് പോകാം. എസ്തേറിൻ്റെ പുസ്തകമാണ്. നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പഴയ നിയമം 3 തരത്തിൽ, 3ആയിട്ട് നമുക്ക് വിഭജിച്ച് നോക്കാനായിട്ട്, 4ആയിട്ട് നമുക്ക് വിഭജിച്ച് നോക്കാനായിട്ട് കഴിയും. ബുക്ക് ഓഫ് ലോ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീടുള്ളത് ബുക്ക് ഓഫ് ഹിസ്റ്ററി, ചരിത്ര പുസ്തകങ്ങളായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഈ ചരിത്ര പുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ് എസ്തേർ എന്ന് പറയുന്നത്. ചരിത്ര പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളാണ് ജോഷുവ, ജഡ്ജസ്, റൂത്ത്, ഫസ്റ്റ് സാമുവൽ, സെക്കൻഡ് സാമുവൽ, ഫസ്റ്റ് കിങ്സ്, സെക്കൻഡ് കിങ്സ്, ഫസ്റ്റ് ക്രോണിക്കിൾസ്, സെക്കൻഡ് ക്രോണിക്കിൾസ്, അതുപോലെ എസ്ര, നെഹമ്യ. ഇപ്പോൾ അവസാനമായി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തെ പറ്റിയാണ്. എസ്തേറിൻ്റെ പുസ്തകത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ദൈവജനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുകയും കരുതുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ദൈവം ചരിത്രത്തെ തിരുഹിത അനുസരണം നിയന്ത്രിക്കുകയും ചെയ്യും. അതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പം എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തൻ്റെ ജനത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പരമാധികാരത്തെയും സ്നേഹത്തെയും കരുതലിനെയും പ്രദർശിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. അപ്പം എസ്തേറിൻ്റെ പുസ്തകത്തെ പറ്റിയുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഒരു പരമാധികാരത്തെയും ആ സ്നേഹത്തെയും കരുതലിനെയും ഒക്കെ ഒന്ന് റീയുണൈറ്റ് ചെയ്യുവാൻ, ഒന്ന് വിലയിരുത്തുവാനൊക്കെ സാധിക്കുന്ന, തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം കരുതുന്നു എന്ന് ഒന്നുകൂടൊന്ന് ഉറപ്പിക്കുന്ന പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം. ഇവിടെ ഇതിൻ്റെ ഒരു പ്രാദേശികം നമ്മൾ നോക്കുകയാണെങ്കിൽ, യഹൂദന്മാർ ബാബിലോണിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങിയ കാലഘട്ടമെന്ന് പറയുന്നത് BC 536 കാലഘട്ടമാണ്. ദേവാലയ നിർമ്മാണം നടന്നത് BC 536, 516 കാലഘട്ടങ്ങളിലാണ്. എസ്തേർ പേർഷ്യയിലെ രാജാവിൻ്റെ രാജ്ഞിയായത് BC 478 കാലഘട്ടങ്ങളിലാണ്. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് എസ്ര ബാബിലോണിൽ വന്നതും BC 457, നെഹമ്യാവിൻ്റെ മതിൽ പണി നടന്നത് BC 44. അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഴുതി ആരാണെന്നൊക്കെ നമ്മൾ നോക്കുന്നതിന് മുമ്പായിട്ട്, എസ്തേറിൻ്റെ എബ്രായ നാമധേയം ഹദസ എന്നായിരുന്നു. 2:7 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. പേർഷ്യൻ പേരായ എസ്തേർ നക്ഷത്രം എന്നർത്ഥമുള്ള ഒരു പേരായിട്ടാണ് അതിനെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആ പദത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് ഈ ഒരു എസ്തേർ എന്ന പേര്. ഗ്രീക്ക് ഭാഷയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എസ്തേർ എന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ലാറ്റിൻ ഭാഷയിൽ ഇതിനെ ഹെസ്തേർ എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഇനിയും ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത്, പുസ്തകത്തിൻ്റെ ഒരു ഭാഗങ്ങളിൽ നമുക്ക് മൊത്തത്തിൽ ഈ പുസ്തകത്തെ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗങ്ങളിലും
ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ദൈവജനത്തിൽ പുറത്തായിട്ട് അല്ലെങ്കിൽ ദൈവജനത്തിൽ മറ്റ് അധ്യായങ്ങളിലൂടെ ഉള്ള സഹായത്തോടെ നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് മൊർദെഖായാണ് ഇതിൻ്റെ എഴുത്തുകാരനെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്ന പദം എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു ജാതീയ രാജാവിൻ്റെ പേര് ഏകദേശം 150 പ്രാവശ്യം ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥന, ആരാധന, ഈ പദങ്ങൾ നമുക്ക് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഈ പുസ്തകത്തെ പുതിയ നിയമത്തിൽ ഒരിടത്തും ഉദ്ധരിച്ചിട്ടുള്ളതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, എന്നാൽ മറ്റ് എല്ലാ പുസ്തകങ്ങളെക്കാളും ദൈവിക കരുതൽ ഈ ഗ്രന്ഥത്തിൽ എന്താണ് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് താനും. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയും ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ നിന്നും മൊർദെഖായി ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ മാത്രമേ അതിനുള്ള ഒരു ഇതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം, ഈ പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 483-471 BC. ആ ഒരു സമയത്താണ്, എസ്തേർ രാജ്ഞിയായിരുന്ന സമയത്താണ് ഈ പുസ്തകം രചിക്കപ്പെട്ടതായിട്ട് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബൈബിളിൽ നെഹമ്യാവിന് ശേഷമാണ് എസ്തേറിൻ്റെ പുസ്തകം വരുന്നു എങ്കിലും നെഹമ്യാവിലെ സംഭവങ്ങൾക്ക് ഒരു 30 വർഷങ്ങൾക്ക് മുൻപാണ് എസ്തേറിലെ സംഭവങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത്. അപ്പം നെഹമ്യാവിൻ്റെ പുസ്തകം കഴിഞ്ഞാണ് എസ്തേർ വരുന്നത് എങ്കിൽ പോലും ഈ നെഹമ്യാവിലെ സംഭവങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നും ഏകദേശം ഒരു 30 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് എസ്തേറിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ രംഗങ്ങൾ എല്ലാം അരങ്ങേറിയിട്ടുള്ളത് പേർഷ്യൻ രാജാവായ ശൂഷനിലും ചക്രവർത്തിയുടെ കൊട്ടാരത്തിലുമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം എസ്തേറിൽ നെഹമ്യാവിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ നിന്നും 30 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണുവാൻ കഴിയുന്നത്. ഇനിയും പ്രധാനപ്പെട്ട വാക്യങ്ങൾ, ഈ പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട വാക്യങ്ങളെന്ന് പറയുന്നത് 4-ാം അധ്യായം 14-ാമത്തെ വാക്യം ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമായിട്ട് കരുതുന്നു. അപ്പോൾ തന്നെ 8-ാം അധ്യായം 17-ാം വാക്യവും ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്യമായി, കീ വേഴ്സായിട്ട്, താക്കോൽ വാക്യമായിട്ട് കരുതപ്പെടുന്നു. ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. യെസ്, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വ്യക്തി, നമ്മൾ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എന്ന പോലെ തന്നെ എസ്തേർ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തികളിൽ ഒരാളാണ്. മൊർദെഖായി ഇതിലൊരു പ്രധാനപ്പെട്ട ആളാണ്. ഹാമാൻ ഈ പുസ്തകത്തിലൊരു പ്രധാനപ്പെട്ട ആളാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പേർഷ്യയിലെ ശൂഷൻ രാജധാനിയാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സ്ത്രീകളുടെ പേരിലുള്ള 2 പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്തേറിൻ്റെ പുസ്തകം. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത. 2-ാമത്തെ പുസ്തകം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, റൂത്തിൻ്റെ പുസ്തകമാണ് അല്ലേ. റൂത്താണ് അടുത്ത പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പുസ്തകത്തിൽ ദൈവം എന്ന പദം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പ്രത്യേകതയാണ്. എന്നാൽ മറ്റൊരു ജാതീയ രാജാവിനെ പറ്റി ഏകദേശം 150 പ്രാവശ്യം പറഞ്ഞിട്ടും ഉണ്ട്. ഇതിൽ നടക്കുന്ന സകല സംഭവങ്ങളും എന്താണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു തികവ് നമുക്ക് കാണുവാനായിട്ടും കഴിയുന്നുണ്ട്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഈ പുസ്തകത്തെ നമ്മൾ തരംതിരിച്ച് നോക്കുമ്പോൾ അധ്യായം 1 മുതൽ 4 വരെ നമുക്ക് നോക്കുമ്പോൾ യഹൂദന്മാർക്ക് നേരെ ഉയർന്ന ഒരു ഭീഷണിയായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ ആ ഒരു അധ്യായങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ 5-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ യഹൂദന്മാർ നേടിയ അത്ഭുത വിജയത്തെപ്പറ്റി എന്താണ് ഈ പുസ്തകം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു പുസ്തകത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ പുസ്തകത്തിൻ്റെ സ്ഥിതി വിവര കണക്കുകളാണ്. ഈ പുസ്തകത്തിൽ ഏകദേശം സത്യവേദ പുസ്തകത്തിലെ 17-ാമത്തെ പുസ്തകമാണ്. ഇതിൽ
10 അധ്യായങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. 10 അധ്യായങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. 167 വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതിൽ ഏകദേശം 11 ആജ്ഞകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ 21 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ എസ്തേറിൻ്റെ പുസ്തകമെന്ന് പറയുന്നത്. അതുപോലെ പ്രവചനങ്ങളോ അങ്ങനെയുള്ള പ്രത്യേകതകളൊന്നും തന്നെ ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രവചനമോ അല്ലാതുള്ള ആ പ്രവചനങ്ങളോ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഇതാണ് ഇതിന് ഒരു സ്ഥിതി വിവര കണക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പുസ്തകം രണ്ടായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ഒരു ഡാർക്ക് പീരിയഡ് ആയിട്ട് കാണാം. എന്നാൽ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്, ഈ അധ്യായങ്ങളിൽ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ ഒരു ദൈവം കൊടുക്കുന്ന ഒരു വിജയത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കതിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഈ എസ്തേറിൻ്റെ പുസ്തകത്തെപ്പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പുസ്തകങ്ങളെല്ലാം അധ്യായങ്ങൾ വായിക്കുകയും കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്സ് ഇവിടെ നമ്മൾ നിർത്തും. അത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ കയറാനായിട്ട് പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ പുസ്തകങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ബ്രീഫായിട്ടാണ് പഠിക്കുന്നത്. വളരെ ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. പക്ഷേങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് പഠിക്കാനും വായിക്കാനുമായിട്ട് കൂടുതലായിട്ട് നമ്മൾക്ക് മൊബൈലും ഒക്കെ ഉണ്ട്. ഗൂഗിൾ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. സ്റ്റഡി ബൈബിൾസ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതലായി ദൈവജനം പഠിക്കാനായിട്ട് സമയത്തെ കണ്ടെത്താം. കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കടന്നു വരുന്നത് കർത്താവേ, തിരുവചനം പഠിച്ച് കൂടുതൽ നല്ല ഭാവിയുള്ളവരായി തീരുവാൻ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വമെടുക്കണം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരെയും ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.